നിങ്ങൾ ചെന്താമരയെ സംശയിക്കുന്ന ആളെ കണ്ടിരുന്നു? കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ ഓടുന്ന ഫുഡ് മാത്രം കേട്ടു. ആണോ? ഏത് ഭാഗത്തു നിന്നാണ് ഓടിപ്പോയത്? ഞങ്ങളവിടെ ഗ്രൗണ്ടിന്റെ ഇപ്പുറത്ത് വലിയൊരു പറമ്പാണ്, കാടൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പറമ്പായിരുന്നു. അവിടെ നിന്ന് ഒരു സാറ് ആളിനെ ഓട്ടിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, 3 ആൾ ഇറങ്ങി. ഞങ്ങളിൽ ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നുള്ളൂ. ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ 3 പേര് ആളുടെ ബാക്കിൽ പോയത്. ഒരാൾ ഓടിപ്പോകുന്ന കണ്ടു. ആ, ആളുടെ മുഖം വ്യക്തമാണോ? മുഖം വ്യക്തമല്ല. മുഖം വ്യക്തമല്ല. ആ വോളിബോൾ കോർട്ടിന്റെ ഭാഗത്തു നിന്നാണോ ഓടിപ്പോയത്? അല്ലല്ല, ആ വോളിബോൾ കോർട്ടിന്റെ ഇപ്പുറത്ത് കമ്പിവേലിയായിട്ട് ഇപ്പുറത്തെ ഒരു തൊടിയാണ്. അവിടെ നിന്നാണ് വേറെ സാർ വാട്ടർ ടാങ്കിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം. ആ, വാട്ടർ ടാങ്കിന്റെ തൊട്ടിപ്പുറത്ത് വലിയൊരു പാറയല്ലേ അത്? പാറ ഇപ്പുറത്താണ്. ഇപ്പുറത്ത് ഒരാളുടെ പറമ്പാണ്. ആ ഭാഗത്തേക്കാണ് ഓടി പറഞ്ഞത്? ആ ഭാഗത്തേക്ക് ഓടി മറിഞ്ഞത്. ഇതാണ് ഈ ചെന്താമരയെ കുറിച്ച് ഈ കുട്ടികൾ നൽകുന്ന വിവരം. ഇവർക്കാണ് അത്തരത്തിലൊരു സംശയം തോന്നിയത്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം, ഈ മുഖം വ്യക്തമല്ല, അതായത് ചെന്താമരയാണ് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ ആരോ ഒരാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മറഞ്ഞു. അതാണ് അവരുടെ സംശയത്തിനിടയാക്കിയത്. അത് അപ്പോൾ തന്നെ അവർ മറ്റുള്ളവരോട് പറയുന്നതൊക്കെ എപ്പോഴാണ്? അതിനു മുൻപും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നോ, അതോ ഈ സംഭവത്തിന് ശേഷമാണോ ഇങ്ങനെ വ്യാപകമായ തിരച്ചിലേക്ക് കാര്യങ്ങൾ എത്തിയത്? തൊട്ടടുത്ത് വനമാണ് എന്ന് കഴിഞ്ഞ ദിവസവും ഒക്കെ നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ എങ്ങനെയാണ്? രതീഷ്, ഈ കൊലപാതകം നടന്ന വീടിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു ഭാഗത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. അത് റോഡിന്റെ എതിർ ഭാഗത്താണ്. അതായത് നേരത്തെ ഈ ചെന്താമര ഓടി മറഞ്ഞുവെന്ന് സംശയിക്കുന്നത് മലയുടെ മറ്റൊരു ഭാഗമാണ്. അതിൻ്റെ എതിർ ദിശയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെയാണ് ഈ കുട്ടികൾ ചെന്താമരയെ കണ്ടുവെന്ന രീതിയിലൊരു സംശയം പറഞ്ഞത്. പക്ഷേ അവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. ചെന്താമരയാണോ എന്നത് അവർക്ക് വ്യക്തമല്ല. പക്ഷെ ഒരാൾ ഓടി മറയുകയാണ് ചെയ്തത്. അതിലാണ് അവർക്ക് സംശയമുണ്ടായത്. അവർക്ക് പെട്ടെന്ന് മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് നോക്കിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ പെട്ടെന്ന് ഓടന്ന് ഓടി മറഞ്ഞു. അതിലാണ് അവർക്ക് സംശയം തോന്നുകയും, കാരണം ഇവിടെ ഈ പരിസരത്തൊക്കെ തന്നെ ചെന്താമര ഉണ്ടാകും, ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഈ നാട്ടിലെല്ലാം തന്നെ വ്യാപകമായ ഒരു പ്രചാരണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തിനേയും ഏതിനേയും സംശയത്തോടു കൂടി തന്നെ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലൊരു സംശയം തോന്നുകയും അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും നാട്ടുകാരൊക്കെ തന്നെ സംഘം ചേർന്ന് തെരച്ചിൽ ഇറങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളമായി ഈ ഭാഗത്ത് മുഴുവൻ തെരഞ്ഞ് അരിച്ചു പെറുക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചെന്താമരയെ കഴിഞ്ഞ കൊലപാതകം നടത്തിയപ്പോൾ പിടികൂടിയവരൊക്കെ പറയുന്നത് ഇയാളെ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ല, മറഞ്ഞിരിക്കാൻ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. അന്ന് ആ കല്ലുകളൊക്കെ എടുത്തെറിഞ്ഞെങ്കിലും ആ കല്ലുകളൊക്കെ എടുത്തെറിഞ്ഞ ഭാഗത്ത് തന്നെയാണ് ചെന്താമര പതുങ്ങിയിരുന്നത്, ശ്വാസം വിടാത്ത രീതിയിൽ. അതായത് ഒരു തരത്തിലും ആ തൊട്ടടുത്തൊക്കെ തന്നെ ആൾക്കാരുണ്ടായെങ്കിലും അവർക്കൊന്നും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞ ആളാണ് ചെന്താമര. അതുകൊണ്ട് തന്നെ അയാൾ എവിടെ ഇരുന്നാലും അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ആ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്.